വെളുപ്പാങ്കാലത്ത് തന്നെ നമ്മ പണികളൊക്കെ തുടങ്ങി തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഉണ്ട് അമ്മച്ചിലൂടെ പണിക്കിറങ്ങിയിട്ട് ആദ്യമായിട്ട് തേങ്ങ ഇറങ്ങിക്കൊണ്ടിരിക്കുക. 2-3 പ്രാവശ്യമൊക്കെ കൈയൊക്കെ പോയി, എന്നിട്ടും ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കണതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ കുര്യൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ നമ്മ തേങ്ങ ചിരണ്ടി. വീട്ടിലാണെങ്കിൽ മെഷീൻ ഇല്ലാത്തതിൻ്റെ പേരിൽ കുര്യൻ്റെ അടുത്ത് പോയി. കുര്യൻ അവിടെ പണി ഉണ്ടായിരുന്നു, 10,500 ആൾക്ക് പണി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും അഖിൽ മോനും കൂടി പോയി തേങ്ങയൊക്കെ ചിരണ്ടി അടിപൊളിയാക്കിയിട്ട് വന്നിട്ടാ. ഒന്നും പറയാനില്ല. അത് നേരെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വരാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴഞ്ചിറപ്പാടം കൂടിയിട്ടൊക്കെ ഉണ്ട് വന്നത്. അപ്പോൾ ഞാനും അഖിലും കൂടിയും തേങ്ങയൊക്കെ പിടിച്ച് താഴഞ്ചിറപ്പാടത്തെ കൂടെ പോകുമ്പോൾ നമ്മുടെ വബിനൊക്കെ അതിൽ കൂടെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് താഴഞ്ചിറപ്പാടമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പാങ്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലട്ടാ, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ അതേ എൽസേച്ചി അവിടെ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മച്ചി അവിടെ വേറെ എന്തോ തിരക്കിലാണ്. അപ്പോൾ അമ്മച്ചീനെ വിളിച്ചെടുത്ത് ഒരു തംസപ്പൊക്കെ പറഞ്ഞിപ്പിച്ച് ഞങ്ങൾ പണി തുടരാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ചോറും കറികളും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ പറൂരൊക്കെ ഒന്ന് പോകേണ്ട വന്നു കേട്ടോ, പാലിയം വരെ ഒന്ന് പോകേണ്ട വന്നു. അപ്പോൾ പാലിയത്തൊക്കെ പോയി അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പാലിയം നട കാര്യങ്ങളൊക്കെ, അമ്പലവും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മാളവനപ്പാറയുടെ അവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴേക്കും അവിടെ പോർക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടാന്ന് പറഞ്ഞു. അപ്പം ഞാനത് പോർക്ക് എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ സജിൽ മോൻ്റെ പോർക്ക് കേട്ടോ, ഒരു രക്ഷയില്ല, അവൻ അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി തന്നു. പിന്നെ ഇതേ ചിക്കൻ കറിയും കാര്യങ്ങളും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ പോസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അടിയിൽ നിന്നിട്ട് അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ മിക്കുക്കുട്ടൻ. അപ്പോൾ എൽസേച്ചി അവിടെ പൈനാപ്പിളൊക്കെ ചെത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചോറെടുത്ത് തന്നു. അപ്പോൾ ചോറൊക്കെ തിന്നാനുള്ള പരിപാടിക്ക് ഞാൻ നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അമ്മച്ചിയുടെ ഭക്ഷണം ആയതുകൊണ്ട് പറയാല്ല, അടിപൊളി ഭക്ഷണമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഭക്ഷണം കൊടുക്കാനുള്ള വീട്. അവിടെ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് നിൽക്കണം ഇപ്പോഴാണ് ഈ കാണുന്നത്. അപ്പോൾ അവരുടെ പുതിയൊരു വീട് അപ്പുറത്ത് പണിയുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പരതാമസത്തിനുള്ള ഭക്ഷണമാണ് നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെ ആ പുതിയ വീട് കാണാനായിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പുതിയ വീട് നീ കാണണേ. അപ്പോൾ എല്ലാം റെഡിയാക്കി അവിടെ ചേട്ടന്മാരോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്മി ജിൽജിൽ മാളവന സൈനിങ് ഔട്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ നിൽക്കുക, പൊളിക്കാനാ.